ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മടി തോന്നും, എന്നാലും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അട കേട്ടോ. അപ്പോൾ 2 കയ്യിൽ ഗോതമ്പ് പൊടിയും അതിലേക്ക് 2 സ്പൂൺ മൈദയും ചേർത്തിട്ട് സൺഫ്ലവർ ഓയിലും കുറച്ച് ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ മാവ് കുഴച്ചെടുത്തു കേട്ടോ. അതുപോലെ തന്നെ 2 നേന്ത്രപ്പഴം അരിഞ്ഞു, അതിലേക്ക് ശർക്കര ചതച്ച് ചേർത്തു. അതുപോലെ കുറച്ച് നാളികേരം ഇട്ടു, അതിന് 2 ഏലക്കയും ചതച്ച് ചേർത്തു, 1 സ്പൂൺ നെയ്യും ചേർത്തു. അപ്പോൾ ഫില്ലിങ്ങിനുള്ളത് റെഡിയായി കേട്ടോ. അപ്പോൾ ഇല വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ദോശമാവ് പരത്തുന്നത് പോലെ ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും അതിലേക്ക് ഇട്ടിട്ട് ഇലയൊക്കെ മടക്കി 2 അറ്റും മടക്കി വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ 4 മണി പലഹാരമാണ്. അപ്പോൾ അതേ വെന്ത് വന്നിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നാവിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാവും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമായോ?